കാണിച്ചത് എൻ്റെ അനിയത്തി നിങ്ങൾ കാണിച്ചത്. ഇതാണ് എൻ്റെ അനിയത്തി. ഇനി അവളെ ഹെയറിൽ നമുക്ക് ഒരു ഹെയർ സ്റ്റൈൽ നോക്കാം. അപ്പോൾ ഓൾ ഷോർട്ട് ആയിട്ടാണ് ഹെയർ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ഇതിന് ഒരു കുത്തമ്പിനാർ പണി. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് കട്ട് ആക്കിയതിന് ശേഷം ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളുടെ ഫ്രണ്ടിൽ ഇതുപോലെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെട്ടാതെ നമുക്ക് ഒരു ഹെയർ സ്റ്റൈൽ ആദ്യം നമുക്ക് നടുക്കിൽ ഒരു വയ എടുക്കണം. ഇവിടെയാണ് നടുക്കിൽ ഞാൻ വയ എടുത്ത് കാണിച്ചത്. ഒരു കയ്യിൽ ഫോണാകുമ്പോൾ നേരെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വയ എടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് കാണിക്കാൻ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് ഹെയർ എടുത്തിട്ട് ഇങ്ങോട്ട് പിരിക്കുക. പിരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇതുപോലെ കയ്യിടുക. ഇത് ഒന്ന് പിരിച്ചെടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ട് ഞാനൊന്ന് പിരിച്ചിട്ട് കാണിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഒന്ന് പിരിച്ചിട്ട് ഒരു സ്ലൈഡ് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സൈഡ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് പിരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇവിടേക്കൊന്ന് ക്ലിയർ ആക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു ചെവിൻ്റെ ഈ ഒരു സൈഡ് കൂടി എടുക്കാം. ഇത് നമുക്കൊന്ന് ആ സെക്യൂർ ചെയ്ത ഭാഗം അങ്ങനെ കിടക്കട്ടെ. ഇനി അതൊന്ന് നോക്കാം. പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു പോസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ലൈഡ് സെക്യൂർ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് വെച്ചിട്ട് ഇവിടെ ഒരു സ്ലൈഡ് സെക്യൂർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്ലൈഡ് അല്ല സെക്യൂർ ചെയ്യുന്നത്, ഇപ്പോൾ ഹാൻഡാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയ ലുക്കിന് കിട്ടും. അങ്ങനെ ഇവിടുന്ന് എടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ലൂസ് ആക്കിയിട്ട് ഇതിൽ കൂടി നമുക്ക് ഹെയർ എടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഹെയർ എടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഹെയർ എടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മോഡലിഷായി കാണാം. പിന്നെ നമുക്ക് ഇതിൽ കൂടി ഒന്നുപാടെ നമുക്ക് ഹെയർ എടുത്തിട്ട് കാണാം. ഇതുപോലെ ഒന്ന് ഹെയർ എടുക്കാം. അപ്പോൾ ഇവിടേക്ക് ഒന്ന് സെക്യൂർ ആയി വരും. അപ്പോൾ നമുക്ക് ഒരു 3 പ്രാവശ്യം അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ ഹെയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേർഡ് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒന്നുപാടെ ഈ ഒരു ചെവിൻ്റെ ഭാഗത്തൊന്ന് എടുത്തിട്ട് ഇങ്ങോട്ടും അതുമാതിരി ഇവിടുന്ന് ഇങ്ങോട്ടും ഒന്നുപാടെ ഒരു റിബൺ ബാൻഡ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇവിടുന്ന് ഒരു ഹെയർ എടുത്തിട്ട് ഇങ്ങോട്ട് പിൻ ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ പിൻ ചെയ്യാൻ നോക്കുക. ഇവിടുന്ന് ഹെയർ എടുത്തിട്ട് ഒരു കുഞ്ഞു ബണ്ട് എടുത്തിട്ട് ഇവിടെ ഇതിൻ്റെ ഒപ്പം പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ മാറി ഇതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഈ ഒരു ഹെയർ എടുക്കാം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒരു ഹെയർ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരു 2 പ്രാവശ്യം അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഉണ്ടോ? അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇവിടെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് കുറച്ച് മുടികൾ ഇവിടെ ഷോർട്ട് ഹെയർ ആയതുകൊണ്ടാണ്. അപ്പോൾ തോന്നെ ഹെയർ ഉള്ളവർക്ക് ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം ഒക്കെ ചെയ്യാം. എന്നാൽ ലാസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് മുടങ്ങി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിലർക്കാണെങ്കിൽ 4 3 ഒക്കെ വേണമെങ്കിൽ മുടയാം. നമുക്ക് ഇതൊന്ന് 3 7 മുടങ്ങിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുടഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബണ്ണ് വേണ്ടവർക്ക് ബണ്ണിടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്രേബാണ് കിട്ടുന്നത്, ഒരു സ്മാൾ. അപ്പോൾ നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കാണാം. ഇവിടെ ഫ്രണ്ടിൽ മുടി ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മുടി എടുക്കാം. നമ്മൾ ഇവിടെ നിന്നും നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് കാണാം. ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം, അതൊക്കെ ചെയ്യാം. ആർക്കൊക്കെ ഇത് ഇഷ്ടമായെന്നും ഒന്ന് പറയണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലും കാണാം. ബൈ ബൈ.